എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ, ഒറ്റപ്പാലം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം പട്ടാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. പട്ടാമ്പി ടൗണിനടുത്ത് ഒരു 5 കിലോമീറ്റർ മാറിയിട്ട് പോക്കുപൊടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചുറ്റും വീടുകളൊക്കെ ഉള്ള നല്ല റോഡ് സൗകര്യമുള്ള ഒരു ഏരിയയിലാണ് ഇന്ന് നമ്മുടെ വീട് കൊടുക്കാനുള്ളത് കേട്ടോ. 7.5 സെൻറ്റ് സ്ഥലമാണ് ഇവിടെ വീട്ടിലുള്ളത്. കൂടാതെ 1200 സ്ക്വയർ ഫീറ്റ് വീടും, താഴെ 4 ബെഡ്റൂം, 2 അറ്റാച്ച്ഡാണ്. വെള്ള സൗകര്യം ബോർവെല്ലും ഉണ്ട്, പിന്നെ പൈപ്പ് കണക്ഷനും ഉണ്ട് കേട്ടോ. വളപ്പിൽ അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കേട്ടോ. ഇത് വീടിൻ്റെ ഇടത് ഭാഗമാണ്. ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം, പിന്നെ വാഷ് ചെയ്യാനുള്ള കല്ല് ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം. പുറത്തുണ്ട് കേട്ടോ, സാധാ ക്ലോസറ്റാണ്. പട്ടാമ്പി പാലക്കാട് ഹൈവേയിൽ നിന്ന് ഈ വീട്ടിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ. ചുറ്റും വീടുകളൊക്കെ ഉണ്ട്. കൂടാതെ പള്ളി, മദ്രസ, ഹയർ സെക്കൻഡറി സ്കൂളുകളൊക്കെ അടുത്ത് തന്നെ, ഈ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുണ്ട്. 90% മുസ്ലിംസ് കമ്മ്യൂണിറ്റി താമസിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഇത്. വീടിൻ്റെ മുൻവശത്ത് ഇടത് ഭാഗത്തായിട്ട് അത്യാവശ്യം ഉളു കൊടുക്കാനോ കൈകാലൊക്കെ കഴുകാനൊക്കെ ഉള്ളൊരു സൗകര്യമാണ് ഈ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ചെറിയൊരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. ചെറുതുമല്ല, എന്നാൽ അത്യാവശ്യം വലിപ്പവും ഉള്ള ഒരു ഓപ്പൺ സിറ്റ് ഔട്ട്. ഓപ്പൺ സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് മെയിൻ ഡോറ് കടന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാള്, മുകളിലേക്കുള്ള സ്റ്റെയർ കേസുമാണ് നമുക്ക് കാഴ്ച. ഹാളിലേക്ക് കയറിയതും ഇടതുഭാഗത്താണ് ആദ്യത്തെ ബെഡ്റൂം കേട്ടോ. അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ബെഡ്റൂം തന്നെയാണ്. കട്ടിലും സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. കൂടാതെ ഇത് അറ്റാച്ച്ഡ് തന്നെയാണ്, പക്ഷേ ഒരു ബാത്റൂം ക്ലോസറ്റ് വെച്ചിട്ടില്ല. അവിടെ ഇപ്പോൾ അതങ്ങനെ ഒരു സ്റ്റോർ റൂം പോലെ അലമാറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതിൽ ക്ലോസറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അറ്റാച്ച്ഡ് ആണത് ശരിക്ക്. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഹാളിലേക്ക് എത്തി. മൊത്തം 4 ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ ഈ വീട്ടിൽ. 4 ബെഡ്റൂമിൽ 2 അറ്റാച്ച്ഡാണ്, 2 സാധേ. ഇതാണ് ഡൈനിങ് ഏരിയ. വാഷ് ബേസിനൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വാഷ് ബേസിന് വലിയ ടൈപ്പ് വാഷ് ബേസിനാണ്. അതിൻ്റെ തൊട്ട് തന്നെയാണ് വേറൊരു ബെഡ്റൂം. ഇത് ബാത്റൂമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ. യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വെച്ചിട്ട് കുഴപ്പമില്ലാത്തൊരു അലമാറയൊക്കെ സെറ്റ് ചെയ്ത ഒരു ബെഡ്റൂം. അപ്പോൾ 2ാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനി 3ാമത്തെ ബെഡ്റൂമാണിത്. ഇത് കോമണാണ്. അത്യാവശ്യം ഒരു നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് തന്നെയാണ് ഇത് 4ാമത്തെ ബെഡ്റൂം. ഇത് രണ്ടും ബാത്റൂം ഇല്ലാത്തതാണ് കേട്ടോ. നമ്മൾ വീണ്ടും ഹാളിലേക്ക് എത്തി. ഡൈനിങ് ഏരിയ. അവിടുന്ന് ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞാലാണ് ഷോക്കേസും കാര്യങ്ങളൊക്കെ. അടുക്കളയാണ് അടുത്തത്. അടുക്കളയിൽ വേറൊരു തരം ടൈൽസാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ നിലത്ത്. അടുക്കള അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നല്ല ഏരിയയുള്ള അടുക്കളയാണ്. അവിടെ തന്നെ ഒരു ഭാഗത്ത് വിറകടുപ്പുണ്ട്, ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വിറകടുപ്പ്. അതിൻ്റെ ചിമ്മിനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുകയൊക്കെ മുകളിലേക്ക് പോകാനുള്ള ചിമ്മിനിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്യാസ് വെച്ച് പാകം ചെയ്യാനുള്ള ഒരു ഏരിയ, സ്റ്റോറേജ്, അങ്ങനെയുള്ള കബോർഡ് വർക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടുക്കളയാണ് ഈ ഭാഗത്ത്. അവിടുന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണ് ഇത് കേട്ടോ. അടുക്കളയുടെ പുറകുവശം 2 നിലയായിട്ടാണ് ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റെയർ കേസ് മുകളിലേക്ക് ഇവർ എടുത്തിട്ടുണ്ട്. ഒരു 2 ബെഡ്റൂമൊക്കെ, വലിയ ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അവിടുത്തെ വർക്ക് മുഴുവൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ മൊത്തം 6 ബെഡ്റൂം ഉണ്ടാവും. നല്ല സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ സീലിങ്ങൊക്കെ ചെയ്താൽ ഈ ബെഡ്റൂമുകളൊക്കെ ഒന്ന് തേപ്പും കഴിഞ്ഞാൽ സൂപ്പർ വീടായി ചെറിയ വിലക്ക് കിട്ടുകയും ചെയ്യും. വെറും 5 വർഷത്തെ പഴക്കം മാത്രമുള്ള ഈ വീട്. 23 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ ഇതിന് വില പറയുന്നത്. വളരെ ചെറിയ വിലയാണ് പറയുന്നത്. അർജൻറ്റ് വിൽപ്പന ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടും ലാഭമാണ് കേട്ടോ എടുക്കുന്നവർക്ക്. ഒന്ന് വൈറ്റ് വാഷ് ചെയ്താൽ ഉഷാറായിട്ടോ ഈ വീട്. ആവശ്യമുള്ളവർ വിളിക്കൂ. എല്ലാവർക്കും നന്ദി.